സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഉന്നയിച്ചാണ് BJP ഈ വിഷയം ഉന്നയിച്ചത്. BJP അംഗം തിരുമല വിഷയം ഉന്നയിച്ചു. എതിർത്ത ഈ വിഷയം, അതായത് CPM അംഗങ്ങൾ എതിർക്കുന്നു. കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വെച്ച് മേയർ സഞ്ചരിച്ച കാർ KSRTC ബസ്സിന് കുറുകെയിട്ട് കോർപ്പറേഷൻ കൗൺസിലേക്ക് ഉൾപ്പെടെ നടക്കുന്നത്. ഈ പ്രസ്ഥാനം പുറകോട്ട് പോകുന്നത് നിങ്ങളുടെ അഹങ്കാരമാണ്, നിങ്ങളുടെ ധാർഷ്ട്യമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള അവസരമുള്ളായിരിക്കെ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ വായടപ്പിക്കുന്ന നിങ്ങളുടെ ധാർഷ്ട്യ നിലപാടില്ലേ, ആ നിലപാടാണ് നിങ്ങൾ ദോഷം ചെയ്യുന്നത്. പിൻബലമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ നടന്ന സംഭവം ശ്രദ്ധയിൽ കൊണ്ടുവരും. പറയട്ടെ, അദ്ദേഹം പൂർണ്ണമാക്കട്ടെ. അദ്ദേഹം പൂർണ്ണമാക്കട്ടെ. ശ്രീമതി മേരി പുഷ്പം അങ്ങയുടെ സമയത്ത് സംസാരിക്കാം. ദയവായി ഇരിക്കുക. അത് നിങ്ങൾക്ക് അല്ല, നിങ്ങള് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും പ്രതിയാണ്. ഞാൻ ചോദിക്കട്ടെ, തിരുവല്ല സോണൽ ഓഫീസിലാണ് പിന്നെ പ്രതിയായില്ലേ? തിരുവല്ല സോണൽ ഓഫീസിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അക്രമം നേരിട്ട ഒരാള്, അയാൾ പ്രതിയായില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് അയാൾ ഏതാണ്ട് എറണാകുളത്തെ ഒരു പ്രതിയാണ്. ഇപ്പൊ പറയുന്നത് ഈ നന്ദു എന്ന് പറയുന്ന ആൾ പ്രതിയാണ്. പ്രതിയാണെങ്കിൽ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട്. പ്രതിയാണെങ്കിൽ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട്. ആ പ്രതിയാണെങ്കിൽ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട്. നിക്ക്, ഞാൻ പറഞ്ഞു തരട്ടെ. ശ്രീ അനിൽകുമാർ, താങ്കളുടെ ഭാഗം താങ്കൾക്ക് പറയാം. താങ്കൾക്ക് പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട മേയർ, അങ്ങയുടെ സഹപ്രവർത്തകന്മാർ രോഷം കൊള്ളുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇരിക്കപ്പാ. നിങ്ങൾ യോഗത്തിന് പോലും വിളിച്ചോണ്ട് പോയില്ലല്ലോ. മേളിൽ നടന്ന യോഗത്തിന് പോലും പോകാതെ അവിടെ ഒറ്റയ്ക്കിരുന്ന ആളല്ലേ? അപ്പോ തലസ്ഥാന നഗരത്തെ അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള വിഷയം അത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരെ നീണ്ടിരിക്കുന്നു. ആ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം ഇപ്പോൾ ആ വിഷയം കൗൺസിലിനിടെ ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? തിരുമല അനിലാണ് ഈ സംഭവം ഉന്നയിച്ചത്. മേയർ മറ്റ് അജണ്ടകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ത ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തണം. അവിടെ ഉണ്ടായ സംഭവങ്ങൾ തലസ്ഥാന നഗരവാസികൾക്കാകെ നാണക്കേടായി എന്നുള്ള പരാമർശമാണ് അദ്ദേഹം ആദ്യം നടത്തിയത്. തുടർന്ന് ഈ വിഷയം CPM അംഗങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചു എന്ന് നിങ്ങൾ എല്ലാവരുടെയും മേയർ എന്നാണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ അന്വേഷിച്ചു എന്ന് മേയർ ആര്യ രാജൻ ചോദിച്ചു. തുടർന്ന് ഈ തർക്കം രൂക്ഷമാവുകയായിരുന്നു. മേയറെ ഫോണിൽ വിളിച്ചെങ്കിലും ലഭിച്ചില്ലെന്നായിരുന്നു തിരുമല അനിൽ മേയറോട് മറുപടി പറഞ്ഞത്. BJP കൗൺസിലർമാർ എന്നിട്ട് ഇതോടുകൂടിയാണ് CPM അംഗങ്ങൾ വിഷയത്തിൽ ഇടപെട്ടത്. നിങ്ങളും അമ്മയും പെങ്ങളുമായി റോഡിൽ സഞ്ചരിക്കുന്നവരല്ലേ, ഒരു സാമൂഹ്യ വിരുദ്ധൻ അവരോട് ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് CPM നേതാവ് DR അനിൽ ചോദിച്ചു. മേയറെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയുമായിരുന്നു. അതിനെ എങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ എന്നെ പ്രതികരിക്കുന്ന ചോദ്യമാണ് CPM നേതാക്കൾ ഉണ്ടായത്. ഇപ്പോൾ തർക്കം തുടരുകയാണ്. BJP അംഗത്തെ സംസാരിക്കാൻ മേയർ ക്ഷണിച്ചെങ്കിലും ഇരുപക്ഷവുമായുള്ള വാക്കേറ്റമാണ് ഇപ്പോൾ സഭയിൽ കൗൺസിൽ നടക്കുന്നത്. വലിയ തർക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. കുമാറിന് സംസാരിക്കാനുള്ള സമയമാണ്. അദ്ദേഹം അത് സംസാരിക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് വന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ ഡയസൊക്കെ നിയന്ത്രിക്കുന്നത്? ഡയസ് നിയന്ത്രിക്കാൻ അവിടെ ഒരാളുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഇത് നിയന്ത്രിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാ അധികാരവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ശ്രീ അനിൽകുമാർ, കൗൺസിലാണ് അഭിപ്രായം പറയുന്നത്. അവര് നിന്ന് പ്രതിഷേധിച്ചാൽ കുഴപ്പം? വിഷയത്തിലേക്ക് വരാം. അവിടെ
അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാന നഗരത്തിലെ മുഴുവൻ ജനതയുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എന്ന് പറയുന്നത് ഈ നഗരത്തിലെ 10 ലക്ഷം വരുന്ന ജനങ്ങളുടെ മാതാവാണ്. ഇവിടെ വന്നു പോകുന്ന ആളും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെയും മാതാവെന്നുള്ള വലിയൊരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായാണ് അങ്ങ് ആ ചെയറിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ KSRTC ഡ്രൈവർ തർക്കം ഉന്നയിച്ചാണ് BJP അംഗങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ബഹളമുണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ മേയർ വിശദീകരണം നൽകണമെന്നാണ് BJPയുടെ ആവശ്യം.